പി സന്തോഷ് കുമാർ, എന്താണ് താങ്കൾ ഇതിൽ വിലയിരുത്തുന്നത്? എന്ത് കാരണത്താൽ മഹാസഖ്യത്തിന് ഈ വലിയ തോൽവി ഏറ്റെടുക്കേണ്ടി വന്നു? അല്ല, ഈ തെരഞ്ഞെടുപ്പ് പരാജയം ഈ നിലയിൽ സംഭവിച്ചത് അപ്രതീക്ഷിതവും ഒരർത്ഥത്തിൽ അമ്പരപ്പിക്കുന്നതുമാണ്. അതിന്റെ പ്രയാസം ഞാൻ മറച്ചു വെക്കുന്നില്ല. അതിനകത്ത് ഞങ്ങളെല്ലാം പരിശോധിക്കേണ്ട കാര്യങ്ങൾ, അതിനുശേഷം വരുത്തേണ്ട മാറ്റങ്ങൾ ഒക്കെ ചെയ്തുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അത് പറഞ്ഞു വെക്കുന്നതിനോടൊപ്പം ഞാൻ ഒരു കാര്യം ശ്രദ്ധപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, അവിടെ നിന്ന് പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ. ഞാൻ അവിടെ കുറച്ച് ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. പക്ഷെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള ചില പരിമിതികൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവും ഒരു ഔട്ട്സൈഡർക്ക്. എന്നാൽ അവിടെ നിന്ന് പുറത്തു വന്നിരിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ, ബി.ജെ.പിയുടെയും എൻ.ഡി.എയുടെയും നേതാക്കന്മാർ തന്നെ ഇലക്ഷന് ശേഷം നടത്തിയ പ്രതികരണങ്ങൾ, രാഷ്ട്രീയ നിരീക്ഷകർ, മാധ്യമ പ്രവർത്തകർ, ഇവരാരും ഇത്തരമൊരു ഫലം പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മുടെ നാട്ടിൽ സ്വീപ്പ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ശ്രീമതി ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടപ്പോൾ അതിഭയങ്കരമായ ഒരു തരംഗം ഉണ്ടായി, ഒരു സഹതാപ തരംഗം ഉണ്ടായി. കോൺഗ്രസിന് അനുകൂലമായ വോട്ട് വലിയ രീതിയിലുണ്ടായി. രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞിരുന്നു. രണ്ടാം ഘട്ടത്തിലെ വോട്ടിങ്ങിൽ അത് നല്ലതുപോലെ പ്രതിഫലിക്കുന്ന സ്ഥിതിയുണ്ടായി. അടിയന്തരാവസ്ഥക്കെതിരെയുള്ള ഒരു ജനവികാരം വടക്കേ ഇന്ത്യയിൽ നല്ലതുപോലെ പ്രതിഫലിച്ചു. അങ്ങനെ സ്വീപ്പുകളുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ഈ ഒരു സ്വീപ്പ് ഇത്ര ഭയങ്കരമായിട്ട് ഒരാൾക്ക് പോലും കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടായിരിക്കും അത് സംഭവിച്ചിട്ടുണ്ടാകുക എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഞാൻ ആ പരാജയത്തിന്റെ ദുഃഖം പങ്കുവെക്കുമ്പോഴും ഉൾക്കൊള്ളുമ്പോഴും ആ പരാജയത്തിനകത്തുള്ള ഞങ്ങളെല്ലാവരും ഉത്തരവാദിത്വം സ്വീകരിക്കുമ്പോഴും യഥാർത്ഥത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ നോക്കൂ. നിങ്ങൾ ഒവൈസിയുടെ പാർട്ടിക്ക് കോൺഗ്രസിനേക്കാൾ കൂടുതൽ സീറ്റ് കിട്ടുന്ന ഒരു സാഹചര്യം ബീഹാറിൽ ഉണ്ടാവുന്നു. ചില പാർട്ടികൾക്ക് ഇപ്പൊ ഞങ്ങൾക്ക് ഒന്നും കിട്ടാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ഇതിന് മാത്രം എന്ത് ഭയങ്കരമായ ഒരു കാര്യമാണ് ബീഹാറിൽ ഈ തെരഞ്ഞെടുപ്പിന് ഉണ്ടായത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ രണ്ട് ഫാക്ടേഴ്സ് ആര് നിക്ഷേപിച്ചാലും നമുക്ക് മറച്ചുവെക്കാൻ സാധിക്കില്ല. അപ്പൊ താങ്കൾ ചോദിച്ചതിന്റെ ഉത്തരത്തിലേക്ക് ഞാൻ ഇനി വരുമ്പോൾ, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് 65 ലക്ഷം മനുഷ്യർ വെട്ടിമാറ്റപ്പെട്ടു എന്നുള്ളതാണ്. അതിൽ തന്നെ ഇലക്ഷൻ കമ്മീഷന്റെ കണക്കിനകത്ത് ധാരാളം മിസ്മാച്ച് ഉണ്ട്. 7,42,00,000 അവർ ആദ്യം പറഞ്ഞു. SIR കംപ്ലീഷന് ശേഷം സെപ്റ്റംബർ 30 ഇത് ഓൺ റെക്കോർഡാണ്, ആർക്കും പരിശോധിക്കാം. ഇലക്ഷന് ശേഷം അവർ പറഞ്ഞു എലിജിബിളായ വോട്ടർമാരുടെ എണ്ണം എന്ന് പറയുന്നത് 7,45,26,000 രൂപയാണ് ഉള്ളത്. ആ അനോമലി അവിടെ നിൽക്കട്ടെ. 65 ലക്ഷം മനുഷ്യർ വെട്ടിമാറ്റപ്പെട്ടു. നിങ്ങൾ പറഞ്ഞ ശുദ്ധീകരണ പ്രക്രിയ എന്നൊക്കെ പറയുന്നതിന്റെ ഭാഗമായിട്ടൊക്കെ കുറച്ചുണ്ടാവാം. പക്ഷെ അതിലുപരിയായി ഗണ്യമായ ശതമാനത്തിന് വോട്ട് നിഷേധിക്കപ്പെട്ടുകൊണ്ടാണ്. അപ്പോൾ ആളുകൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ഇത് കൊടുത്തോമാണ്, കംപ്ലൈന്റ് കൊടുത്തോമാണ്. കംപ്ലൈന്റ് ധാരാളം കൊടുത്തു. കംപ്ലൈന്റ് തള്ളിയപ്പോൾ കൊടുത്ത അപ്പീലിന്റെ കാര്യമാണ് ഈ കമ്മീഷൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. 65 ലക്ഷം വോട്ടർമാർ വെട്ടിമാറ്റപ്പെട്ടിട്ട് ആർക്കും ഒരു പ്രയാസം ഈ രാജ്യത്ത് തോന്നില്ലെങ്കിൽ അത് വളരെ ഗുരുതരമായിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരു കാര്യം ഞാനിപ്പോൾ ഉറപ്പിച്ചു പറയാം, വോട്ട് ചോരി എന്ന് പറയുന്ന ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ടുള്ള ക്യാമ്പയിൻ കുറെ കൂടി ശക്തമായിട്ട് മുന്നോട്ട് പോയിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പരിഷ്കരണത്തെ വീണ്ടും കുറ്റം പറയുന്നു. അതുപോലെ തന്നെ നേരത്തെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളെ പറ്റി നിങ്ങൾ കുറ്റം പറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവിടെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം വേണമെന്ന് തന്നെയല്ലേ നിങ്ങളുടെയും നിലപാട്? കാരണം വോട്ടർ പട്ടിക എപ്പോഴും ശുദ്ധമായിരിക്കണം, അവിടെ ഡ്യൂപ്ലിക്കേറ്റ് പേരുകൾ ഉണ്ടാകരുത്, അനധികൃതമായിട്ട് ആരും കടന്നു വരരുത്, ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഒന്നാമത്തെ കാര്യം അങ്ങനെയല്ല നോക്കൂ. ഒരു കാര്യം ഞാൻ പറയുന്നത്, ഞാനിപ്പോ ഇന്നത്തെ ദിവസം ഇപ്പൊ ഞങ്ങൾ നല്ലതുപോലെ തൊട്ടിരിക്കുന്ന ഒരു ദിവസം സ്വാഭാവികമായിട്ടും താങ്കൾക്ക് കുറെ കൂടി ജുബിലിയന്റ് ആയിട്ട് ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയും. ഞാൻ അത് നിഷേധിക്കുന്നില്ല. SIR കുറിച്ച് മാത്രമായിട്ടാണ് ഡിബേറ്റ് എങ്കിൽ ഞാൻ എത്ര മണിക്കൂർ ഇരുന്ന് തർക്കിക്കാൻ ഞാൻ അതിന് റെഡിയാണ്. അതിരിക്കട്ടെ. ഞാൻ പറയുന്നത് താങ്കൾ എന്നോട് ചോദിച്ചൊരു ചോദ്യത്തിന്റെ ഉത്തരമാണ്. പരാജയം ഉൾക്കൊള്ളുമ്പോഴും സമ്മതിക്കുമ്പോഴും ഞാൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോഴും രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിനകത്ത് ഡിബേറ്റ് നമുക്ക് വേറെ നോക്കാം. ഞങ്ങൾ തീവ്രപരിഷ്കരണത്തെ അമലിൽ അംഗീകരിക്കുന്ന പാർട്ടിയല്ല, അനുകൂലിക്കുന്ന പാർട്ടിയല്ല, അതിന് ധാരാളം പ്രൂഫ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, സ്ത്രീ വോട്ടർമാർക്ക് ഇലക്ഷന്റെ തലേ ദിവസം 10,000 കൊടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. 500 രൂപ പോലും വലിയൊരു കാര്യമായിട്ട് കാണുന്ന ധാരാളം ആളുകൾ. അത് മോശം തുകയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഗ്രാമങ്ങളിലെ അവസ്ഥ എന്താണ്? 10, 50, 60 രൂപയൊക്കെ ശരാശരി ദിവസം വരുവാനുള്ള സ്ഥലങ്ങളിലാണ് 10,000 രൂപ ഡയറക്റ്റ് ആയിട്ട് അക്കൗണ്ടിലേക്ക് എത്തുന്നത്. അത് 1.25 കോടിയോളം വരുന്ന സ്ത്രീ വോട്ടർമാരെയും അവരുടെ കുടുംബങ്ങളെയും സ്വാധീനിച്ചില്ല എന്ന് മാത്രം നമ്മൾ വിശ്വസിക്കാതിരിക്കണം. അത്രമാത്രം വിഡ്ഢികളാണോ നമ്മൾ? ഫ്രീ ബീസ് പല ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ഉണ്ടെന്നുള്ളത് വേറൊരു കാര്യം. ഇങ്ങനെയുള്ള പല പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഇതിന്റെ പുറകിൽ വർക്ക് ചെയ്തു. ഒവൈസിയെ പോലൊരു പാർട്ടി എങ്ങനെയാണ് പരോക്ഷമായി BJP സഹായിച്ചത് എന്ന് നമ്മൾ കണ്ടു. അതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. ശ്രീ സന്തോഷ് കുമാർ, BJP തോൽപ്പിക്കണമെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളുടെ ഐക്യം വേണമെന്ന് നിങ്ങളും സമ്മതിക്കുന്ന കാര്യമാണ്, ഇടതു പാർട്ടികളും സമ്മതിക്കുന്ന കാര്യമാണ്. പക്ഷേ ആ ഐക്യം ബീഹാറിൽ ഉണ്ടായിട്ടില്ല. ഈ പുറമേ നിന്ന് ഒരു മഹാസഖ്യം ഉണ്ടാക്കി എന്നുള്ളത് ശരി തന്നെയാണ്. അതിൽ പോലും കൃത്യമായ ഏകീകരണം ഉണ്ടായിരുന്നില്ല, കെട്ടുറപ്പുണ്ടായിരുന്നില്ല. അവിടെ തന്നെ സൗഹൃദ മത്സരങ്ങൾ എന്ന പേരിൽ മത്സരങ്ങൾ നടന്നിരുന്നു.
അപ്പോൾ അത് ബി ജെ പിക്കെതിരെ അങ്ങനെ ഒരു സഖ്യം ഉണ്ടാക്കുന്നതിൽ നിങ്ങൾ ഒരു പാർട്ടി അല്ലെങ്കിൽ മറ്റൊരു പാർട്ടി എപ്പോഴും വിമുഖത കാട്ടിക്കൊണ്ടിരിക്കും. അതിനുള്ള പ്രത്യക്ഷ ഉദാഹരണം കൂടിയാണ് അതവിടെ ക്യാപിറ്റലൈസ് ചെയ്യുകയാണ് ആര്, ബി ജെ പി. അല്ലല്ല, ഞാൻ ഉൾപ്പെടെ ഞാൻ പ്രവർത്തിക്കുന്ന പാർട്ടി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വലിയൊരു പാർട്ടി അല്ലെങ്കിലും ഞാൻ അതിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള ഞാൻ എന്റേതായ ഉത്തരവാദിത്തം മറച്ചു വെച്ചുകൊണ്ടല്ല ഇതൊന്നും പറയുന്നത്. ചെറിയ ഉത്തരവാദിത്തങ്ങളായിരിക്കാം, ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ നമ്മളൊരു അനാലിസിസ് നടത്തുമ്പോൾ, ഒരു ഡിബേറ്റ് നടത്തുമ്പോൾ വസ്തുതകളാണല്ലോ പറയേണ്ടത്. ഇപ്പൊ മഹാസഖ്യത്തിന് ധാരാളം പരിമിതികൾ ഉണ്ടായിരുന്നു. കോൺഗ്രസ് അതിനകത്ത് പല 10-11 സീറ്റുകളിൽ കാണിച്ച വളരെ നിരുത്തരവാദപരമായ സമീപനമുണ്ട്. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും കൂടെ ക്യാമ്പയിൻ ചെയ്ത സീറ്റുകളിൽ പോലും കോൺഗ്രസ് ഭീകരമായി തോൽക്കുമ്പോൾ സ്ഥിതിയുണ്ടായി. കോൺഗ്രസും ലെഫ്റ്റും CPIയും തമ്മിലുള്ള സഖ്യം ഉണ്ടായിരുന്നെങ്കിൽ, അവിടുത്തെ സാഹിത്യ ഉണ്ടായിരുന്നെങ്കിൽ ചില സീറ്റുകളെങ്കിലും ജയിക്കാമായിരുന്നു ഒരു യാഥാർത്ഥ്യം. ഒരു 3 സീറ്റ് ഞാൻ ഉദാഹരണം പറയുന്നതാണ്, ജയിക്കാമായിരുന്നു. അവരുടെ കണക്കൊക്കെ എന്റെ കയ്യിലുണ്ട്. അതേസമയം നമ്മൾ ഒവൈസി എന്ന് പറയുന്ന ഒരു ഫാക്ടർ എങ്ങനെയാണ് കോൺഗ്രസിനേക്കാൾ കൂടുതൽ സീറ്റ് ഒവൈസി കിട്ടുന്ന സാഹചര്യം എങ്ങനെ ഉണ്ടാവുന്നു? അത് നമ്മളെ ഇന്ത്യൻ കോൺഗ്രസിനേക്കാൾ കൂടുതലില്ല കേട്ടോ. 5 സീറ്റുകൾ കോൺഗ്രസിന്, 6 സീറ്റുകൾ, ഒരു സീറ്റ് കോൺഗ്രസിന് അഭിനയിക്കുന്നതോടൊപ്പം തന്നെ 5 സീറ്റ് ഒരു തിരുത്തൽ ഞാൻ വരുത്തിയതാണ്. ലേറ്റസ്റ്റ് ആയിരിക്കാം ഞാൻ പറയുന്നത്. അതിനകത്ത് ഞാൻ എന്റെ അതിനകത്ത് ഒരു കാര്യം തന്നെ, ഒരു സീറ്റിനകത്ത് നേരത്തെ നോക്കുമ്പോൾ 10 ചെറിയ മാർജിൻ ജയിച്ച ഒരു സീറ്റാണ്. എന്തായിരുന്നാലും ഓൾമോസ്റ്റ് ഈക്വൽ ആയി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. ഞാൻ ശ്രദ്ധിക്കാത്ത കാരണം ഒരുപാട് ഡിബേറ്റിനകത്തായിരുന്നു. അപ്പൊ ഇത്തരം നിരവധി ഘടകങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ സ്ഥിതി ഉണ്ടായി. സ്വാഭാവികമായിട്ടും ഈ 10,000 രൂപ കൊടുത്തത് വോട്ടർമാരെ സ്വാധീനിച്ചില്ല എന്ന് ആരെങ്കിലും വിശ്വസിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. വിജയത്തില് തീർച്ചയായും അതിന്റെ വിജയിച്ചവരെ അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ ഈ രാഷ്ട്രീയം നമുക്ക് യാഥാർത്ഥ്യം കാണാതെ